ഇന്നത്തെ ചെറിയൊരു ക്ലാസ് കപ്പാസിറ്റർ ബാങ്കിലെ കപ്പാസിറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആണ് കാണുന്നത്, കൺട്രോൾ മോണിറ്റർ മൊഡ്യൂൾ. ഈ കപ്പാസിറ്റർ ബാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കോൺടാക്ടർ എല്ലാം ഇരിക്കുന്നത്, കൺട്രോൾസ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട്, ബാക്ക് വശത്തായിട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഇനി ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ സെപ്പറേറ്റ് ബോക്സാണ്, അത് എഫക്റ്റ് ആവത്തില്ല. ആരാ വർക്ക് ചെയ്യുന്നവർക്ക് എഫക്റ്റ് ആവത്തില്ല, ഫ്രണ്ട് പാനലിലോട്ട് എഫക്റ്റ് ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റർ ബാങ്ക് നോർമലി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉള്ളത്, ഈ കോൺടാക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് ആംസ് ചെക്ക് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ഓരോ സ്റ്റെപ്പ് ഓണാകുന്ന ടൈമിൽ എത്ര ആംബിയർ എടുക്കുന്നുണ്ട്. ചില കപ്പാസിറ്റർ ഓണായിട്ട് ആംബിയർ എടുക്കത്തില്ല, ചിലപ്പോൾ ലോ ആംബിയർ എടുക്കും. ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 1, 2, 3, 4, 5, 6, 7 സ്റ്റെപ്പിൽ ഏത് സ്റ്റെപ്പിലാണ് വീക്കായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. നമുക്ക് 1 by 1 നമുക്ക് ക്ലാമീറ്റർ വെച്ചിട്ട് 6 ഇത് 3 phase കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മാനുവൽ ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കൺട്രോൾ മൊഡ്യൂളിൽ ജസ്റ്റ് മാനുവൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ 1 by 1 സ്റ്റെപ്പ് ഓൺ ചെയ്യുകയാണ്. ഒരു സ്റ്റെപ്പ് ഓൺ ചെയ്യുന്നു, അതിൻ്റെ ആംബിയർ ചെക്ക് ചെയ്യുന്നു, 6 എത്ര ആംബിയർ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്, ബട്ട് അത് വിത്തിൻ സെക്കൻഡിൽ അത് ഓഫായിപ്പോയി. അത് വീണ്ടും ഓഫ് കമാൻഡ് പോയി. കാരണം വെച്ചാൽ ഇൻഡക്റ്റീവ് ലോഡ് ഇതിൽ കുറവാണ്. മോട്ടർ എന്നും മോട്ടർ അങ്ങനത്തെ ഇൻഡക്റ്റീവ് ലോഡ് കുറവാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓഫായത്. ഇപ്പോൾ നമ്മൾ ഇൻ കേസ് ഓൺ ആവുകയാണെങ്കിൽ നമ്മൾ ഈ RYB 3 ഫേസിലൂടെ ക്ലാമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ 25 ആംബിയറിൻ്റെ കപ്പാസിറ്റർ 35 to 40 ആംബിയർ വരെ ആംബിയർ എടുക്കും. ഇൻ കേസ് കുറവാണ്, 0 ആണെങ്കിൽ ടോട്ടൽ ഫാൾട്ടി ആയിരിക്കും. ഇതാണ് കപ്പാസിറ്റർ. ഇങ്ങനെയാണ് നമുക്ക് കപ്പാസിറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുക. ഒരു മാനുവൽ ഓപ്ഷൻ ഇതാണ്. വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിന് ബാക്ക് പാനലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ്. 7 സ്റ്റെപ്പാണ് ടോട്ടൽ ഉള്ളത്. 25 kVAറിൻ്റെ കപ്പാസിറ്റേഴ്സാണ് എല്ലാം. 25 kVAറിൻ്റെ കപ്പാസിറ്റർ സ്റ്റെപ്പ്. ഈ ബാക്ക് പാനൽ റാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ്. ഇത് ഓയിൽ കപ്പാസിറ്ററാണ്. ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് ബ്രേക്ക് ആവുന്നത്.